ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു നമ്മോടൊപ്പം ശരിയാണ്. ശ്രീ ആർ വി ബാബു, വൈക്കം മഹാദേവ ക്ഷേത്രഭൂമിയിലെ വ്യാപക കയ്യേറ്റമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ക്ഷേത്രഭൂമി രേഖകളിൽ റവന്യൂ പുറമ്പോക്കാക്കി കയ്യേറ്റത്തിന് സർക്കാർ ദേവസ്വം ബോർഡും ഒത്താശ ചെയ്തിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ കാണുന്നു? ക്ഷേത്രഭൂമി 11.5 ഏക്കറോളം ഭൂമി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. വൈക്കം ക്ഷേത്രഭൂമി 11.5 ഏക്കറോളം ഭൂമിയുണ്ട്. ഞാൻ ഈ വിഷയം നേരത്തെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ വിവരങ്ങളും തേടിയപ്പോഴും നമുക്ക് മനസ്സിലായത് ഈ 11.5 ഏക്കറോളം ഭൂമി ഉള്ള വൈക്കം ക്ഷേത്രം, ഇപ്പോൾ വൈക്കം ക്ഷേത്രം ഇരിക്കുന്നത് പുറമ്പോക്കിലാണ് എന്നാണ്. ഡിജിറ്റൽ സർവേ കഴിഞ്ഞപ്പോൾ വൈക്കം ക്ഷേത്രത്തിന്റെ 11 ഏക്കർ ഭൂമി എന്നുള്ളത് ഇപ്പോ 8 ഏക്കർ ഭൂമിയായിട്ട് ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോ ഈ ക്ഷേത്രഭൂമി റവന്യൂ പുറമ്പോക്കാക്കി മാറ്റുന്ന സംവിധാനം, അതായത് ക്ഷേത്രഭൂമി സർക്കാർ തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ. അതിന് ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. ദേവസ്വം ബോർഡ് കമാന്നൊരക്ഷരം ഇതിനെതിരെ മിണ്ടുന്നില്ല. ഇത് വൈക്കം ക്ഷേത്രത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരു വിഷയമാണ്, ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു വിഷയം. വൈക്കം പോലുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിന്റെ ഭൂമി ഒരു മടിയും കൂടാതെ, ഒരു ഭയവും കൂടാതെ ദേവസ്വം ഭൂമി സർക്കാരിന്റെ ഭൂമിയാക്കാൻ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ ഭരിക്കുന്ന റവന്യൂ വകുപ്പും അതേപോലെ ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡും കൂട്ടുചേർന്നുകൊണ്ട് ക്ഷേത്രങ്ങളുടെ ഭൂമി അന്യാധീനപ്പെടുത്തുകയാണ്, ക്ഷേത്രഭൂമി നഷ്ടപ്പെടുത്തുകയാണ്. ആസൂത്രിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത് വൈക്കം ക്ഷേത്രത്തിന്റെ കാര്യം, ഒരു ക്ഷേത്രത്തിന്റെ കാര്യം മാത്രമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഏകദേശം 20 കോടി രൂപയോളം നമ്മുടെ ദേവസ്വം ബോർഡിന് ഈ ഹൈവേ നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി, ദേവസ്വം ഭൂമി ഏറ്റെടുത്തതിന്റെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം. പക്ഷേ ഒരു പൈസയും കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം സർക്കാരിന്റെ ദേവസ്വത്തിന്റെ ഭൂമിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ഇവർ സൂക്ഷിച്ചിട്ടില്ല. ദേവസ്വം ഭൂമി അന്യാധീനപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ബോധപൂർവമായ നീക്കമാണ് ഇതിന്റെ പിന്നിലുള്ളത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നുള്ള ആസൂത്രിത നീക്കം അല്ലേ? ആസൂത്രിതമായ നീക്കം. ഇത് ഒരു സംഭവം മാത്രമല്ല. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസമാണ് അഴകിയാവ് ക്ഷേത്രത്തിന്റെ ഭൂമി ഒരു ADM, തലയ്ക്ക് വെളിവില്ലാത്തൊരു ADM, ഒരു ക്രിമിനൽ ആയിട്ടുള്ള ADM, അയാൾ നിശ്ചയിക്കുകയാണ് ഇത് 922 ദിവാന്റെ ഉത്തരവ് ബാധകല്ലാന്ന്. ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് അയാളെ. ഇത് ആര് തീരുമാനിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ദേവസ്വം ഭൂമി റവന്യൂ ഭൂമിയായിട്ട് അയാൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുക. ഇങ്ങനെ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളുമായിട്ടുള്ള ആളുകൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ക്ഷേത്രഭൂമികൾ റവന്യൂ ഭൂമിയായിട്ടും റവന്യൂ പുറമ്പോക്ക് ഭൂമിയായിട്ടൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇത് ടിപ്പുവിന്റെ കാലത്ത് നഷ്ടപ്പെട്ടു ക്ഷേത്രഭൂമി. കേണൽ മൺട്രോന്റെ കാലത്ത് ഇതേപോലെ ക്ഷേത്രഭൂമികൾ സർക്കാരിലേക്ക് മുതൽ കൂട്ടി. ഇപ്പൊ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മുടെ 47 ശേഷമുള്ള ഈ ഭാരതത്തിൽ വീണ്ടും ക്ഷേത്രഭൂമി കൊള്ളയടിക്കാനായിട്ട് ഈ ഇടതുപക്ഷ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ട്, ഈ ജിഹാദികളോടൊപ്പം ചേർന്നുകൊണ്ട് ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. സർക്കാർ കണ്ണടച്ചിരിക്കുന്നു, സർക്കാർ അതിന് കൂട്ടുനിൽക്കുകയാണ്. ഇവിടെ ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ ഭക്തജനങ്ങളുടെ ഒരു ഇടപെടൽ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നുണ്ട്? കാരണം ഇത്തരത്തിൽ ആസൂത്രിതമായ നീക്കം, ഗൂഢലക്ഷ്യത്തോടെയുള്ള ഇടപെടൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നു. സർക്കാർ അതിന് എല്ലാവിധ ഒത്താശ ചെയ്യുന്നു. ഇരുവരും അത്തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ എത്രത്തോളം പ്രതിരോധം ശക്തമാകേണ്ടതുണ്ട്? ശക്തമായ രീതിയിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. അവിടെ ഇപ്പൊ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഭക്തജന സമിതികള്, ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് സമരപരിപാടികൾ നടത്തുക, അതേപോലെ നിയമപരമായ പോരാട്ടങ്ങൾ, കാര്യത്തിൽ തന്നെ നിയമപരമായ രീതിയിൽ നീങ്ങാനായിട്ട് അവിടെ പ്രവർത്തകര്, അവിടുത്തെ ഭക്തജനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവരം പുറത്തു വന്ന സമയത്ത് തന്നെ അതിനെതിരായിട്ട് ഹൈക്കോടതി അടക്കം ഈ സ്ഥലം മൊത്തം മെഷർ ചെയ്യാനായിട്ടും, അതേപോലെ ഈ ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും ഡിജിറ്റൽ സർവേ സൂപ്രണ്ടിനും താലൂക്ക് ഡിജിറ്റൽ സർവേ സൂപ്രണ്ടിനടക്കം പരാതികൾ കൊടുത്ത് ഇത് എത്രയും പെട്ടെന്ന് തിരുത്തൽ നടപടികൾ നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇരിക്കട്ടെ, ഹൈന്ദവ സംഘടനകൾ ദേവസ്വം ബോർഡിന്റെ ചുമതല എന്താണ്? അവിടുത്തെ ദേവസ്വം ബോർഡ് അധികാരികളുണ്ടല്ലോ, ക്ഷേത്രഭൂമി സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവര്, അവരാണ് ചുമതല നിർവഹിക്കാതിരിക്കുന്നു. ബാക്കി ഹിന്ദു സംഘടനകൾ ചെയ്ത് നോക്കിക്കൊള്ളണം, ഹൈന്ദവ വിശ്വാസികൾ നോക്കിക്കൊള്ളണം എന്നാണ് ഇപ്പോ പറയുന്നത്. വിശ്വാസികൾ നോക്കേണ്ടത് നോക്കും, ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യും.
അങ്ങനെയുള്ള ഈ ഇത്തരം ദേവസ്വം ബോർഡുകൾ എന്തിനാണ് അവിടെ വെച്ചുറപ്പിക്കുന്നത്? രാജിവെച്ച് പോണം. ഈ ചുമതല നിർവഹിക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും ഒക്കെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന്. അവരെ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇത്തരം നെറികെട്ട ഉദ്യോഗസ്ഥന്മാര്, ഇത്തരം നെറികെട്ട ഭരണകൂടം ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്താൻ ശ്രമിച്ചാല് അവരെ ചാണകവെള്ളം തളിച്ച് ചൂലുകൊണ്ടടിക്കണം. ഭക്തജനങ്ങൾ ഇനി അതിന് മുതിർന്നേ മതിയാകൂ. വിശ്വാസികൾ ആ നിലയ്ക്കുള്ള പ്രതികരണത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത്തരം ഒരു സാഹചര്യമാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം സംസ്ഥാന സർക്കാർ. വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.